സ്വർണ്ണവില കുറയുന്നത് സാധാരണക്കാർക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ആശ്വാസത്തിന് വകയില്ല. 2026 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വില ഒരുപക്ഷെ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് എത്താൻ സാധ്യത. ചില സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2 ലക്ഷത്തിനോട് അടുത്തുവരെ വില എത്താമെന്നും പറയുന്നു. ആഹാ, ഇത് കൊള്ളാം. ഇപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയാണ് സ്വർണ്ണപ്രേമികളെ സംബന്ധിച്ചിടത്തോളം. കാരണം കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവില കുത്തനെ താഴേക്ക് പോവുകയാണ്. എന്താണിതിന് കാരണമെന്ന് ചോദിച്ചാൽ വിപണി വിദഗ്ധർ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഈ വില കുറയലിന് എത്ര ആയുസ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ആർക്കും നൽകാനില്ല. അമേരിക്കയിലും ചൈനയിലും വിപണി അവധി ദിനങ്ങൾ കാരണമാണ് ആഗോള വ്യാപാര പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായത്. ഇത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുറയാൻ കാരണമായെന്നാണ് പറയുന്നത്. ഇന്ന് 22 ക്യാരറ്റ് പരിശുദ്ധിയുള്ള ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 1120 രൂപയുടെ കുറവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ആ വിലയ്ക്കൊപ്പം ചുരുങ്ങിയത് 5% പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും മേലുള്ള ഈടാക്കുന്ന 3% GST നികുതിയും ഹോൾമാർക്ക് ചാർജ് ഇനത്തിൽ ഈടാക്കുന്ന 45 രൂപയും അതിന്മേലുള്ള 18% GSTയും എല്ലാം കൂടെ ചേർത്താൽ 1,28,989 രൂപയെങ്കിലും നൽകിയാലാണ് ഒരു പവൻ സ്വർണ്ണാഭരണം കടയിൽ പോയി വാങ്ങാൻ സാധിക്കുക. ആഭരണത്തിന്റെ ഡിസൈനിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് പണിക്കൂലിയിൽ ഇനിയും വർധനവുണ്ടാകും. ഇത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം. എന്നാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുറയുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമുണ്ട്. പവന് വലിയ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ആളുകൾ വാങ്ങാനായി ജ്വല്ലറികളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ലെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത്. സ്വർണ്ണവില കുറയുന്നത് സാധാരണക്കാർക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണക്കട്ടികളുമൊക്കെ വാങ്ങിവെച്ചവർ ആശങ്കയിലാണ്. ഇന്നത്തെ വിലയനുസരിച്ച് സ്വർണ്ണവില മാത്രം ഇരട്ടിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്നത്തെ വിലയനുസരിച്ച് സ്വർണ്ണവില എപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ തന്നെ നിൽക്കുന്നതും ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വസ്തുതയാണ്. ജ്വല്ലറികളിലേക്ക് ആളുകൾ സ്വർണം വാങ്ങാനായിട്ട് എത്തുന്നത് ഇപ്പോഴും കുറവാണെന്നാണ് വ്യാപാരികൾ സൂചിപ്പിക്കുന്നത്. മറിച്ച് സ്വർണം വിൽക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആവശ്യങ്ങൾ ആളുകൾക്കുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ് കയ്യിലുള്ള സ്വർണം വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ കയ്യിലുള്ള സ്വർണം വിറ്റ് പണമാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സ്വർണം വാങ്ങാനായിട്ടുള്ള പർച്ചേസിംഗ് പവർ ആളുകൾക്ക് ആയിട്ടില്ലെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. വില കുറച്ചുകൂടി താഴുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ. സ്വർണ്ണവില കുറഞ്ഞാൽ തന്നെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വില തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ്. നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവർക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒട്ടും തന്നെ ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ ആശങ്ക അടിസ്ഥാനരഹിതമാണ്. 2026 അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വില ഒരുപക്ഷെ 1.5 ലക്ഷത്തിന് മുകളിലേക്കും ചില സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വർണ്ണവില 2 ലക്ഷത്തിനോട് അടുത്ത് വരെ എത്താമെന്നാണ് പറയുന്നത്. 1.5 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയെങ്കിൽ ഈ വില കുറഞ്ഞ സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നതാണ് ലാഭം. ഇല്ലെങ്കിൽ 2 ലക്ഷത്തിന് മുകളിൽ പവൻ വില നൽകേണ്ടി വരും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.